BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മുഖ്യപ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച മൂലമെന്ന് ആരോപണം. അറസ്റ്റിലായ കാരണം രേഖാമൂലം പ്രതിയെ അറിയിക്കുന്നതിലാണ് വീഴ്ചയുണ്ടായത്. അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. മിഥുനി, റാമിനെ വിട്ടയച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിനെതിരെ വലിയ വിമർശനം സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ടല്ലോ. തീർച്ചയായും ഗൗതം, BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത് ക്രൈംബ്രാഞ്ചിന്റെ ഗുരുതര വീഴ്ച മൂലമാണ് എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. റാമിന്റെ അറസ്റ്റിൽ അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച പറ്റി. സ്വാഭാവികമായും ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഹൈക്കോടതിയുടെ മാനദണ്ഡ പ്രകാരം ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ എന്തിന് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കാര്യവും ഇവിടെ പാലിക്കപ്പെട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കോടതി ഈ റാമിനെ വിട്ടയക്കാനുള്ള പ്രധാന കാരണമായത്. മാത്രമല്ല, അറസ്റ്റ് വിവരം പബ്ലിക് പ്രോസിക്യൂട്ടറെ അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ എത്താൻ സമയം വൈകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഈ വലിയ വിവാദങ്ങൾ നമുക്കറിയാം. ഇന്നലെ രാത്രി കോടതിയിൽ വലിയ നാടകീയ സംഭവങ്ങളടക്കം ഉണ്ടാവുകയും ചെയ്തു. അത് ക്രൈംബ്രാഞ്ചിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഇതിന് പിന്നാലെ ഇനിയുള്ള തുടർ നീക്കങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് അന്വേഷണ സംഘത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി തുടർ നടപടി സ്വീകരിക്കാനും പാടുള്ളൂ എന്നൊരു നിർദ്ദേശം കൂടി ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥർ നൽകിയിട്ടുമുണ്ട്. ഗൗതം, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.